നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിവും കാര്യപ്രാപ്തിയുമുള്ളവർക്ക് പറ്റിയൊരു ഫീൽഡല്ല രാഷ്ട്രീയമെന്ന് സംശയഭേദമന്യേ പറയാൻ കഴിയും. രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഗിമ്മിക്കുകളും ആരെയെങ്കിലും ഒക്കെ വെട്ടിനിർത്താനുള്ള കഴിവും വേണമെന്നുള്ളതാണ് സമകാലീന രാഷ്ട്രീയം നമുക്ക് കാട്ടിത്തരുന്ന കാഴ്ച. സ്ത്രീകളാണെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പൊന്നോമനകളായി മാറണം, എങ്കിൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് ശോഭന ജോർജ് പറഞ്ഞ ഒരു കാര്യം നമ്മുടെയൊക്കെ കൺമുമ്പിൽ നിൽക്കുന്നു. കോൺഗ്രസിൽ നിന്ന് എത്ര പേരാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് പുറത്തുപോയത്? കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. BJPയും CPM അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കഴിവും കാര്യപ്രാപ്തിയും സംസാരിക്കാൻ കഴിവുള്ളവരെ എല്ലാം തഴഞ്ഞ ശേഷം അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ മാത്രമേ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരികയുള്ളൂ. കേരളീയ പൊതുസമൂഹം KK ശൈലജ എന്ന ആരോഗ്യമന്ത്രിയെ വിലയിരുത്തിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. പിണറായി വിജയനേക്കാൾ ഒരുപക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ ഇടം നേടിയ ആരോഗ്യമന്ത്രിയായിരുന്നു KK ശൈലജ. ഒരുപക്ഷെ പിണറായി വിജയന്റെ ധാർഷ്ട്യമാകാം KK ശൈലജയെ അങ്ങനെ ഒരു പദവിയിൽ ഒരു ലബ്ധ പ്രതിഷ്ഠ നേടാൻ, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അത്തരത്തിലൊരു പ്രതിഷ്ഠ നേടാൻ ഇടയാക്കിയത്. ഏതായാലും നല്ല രീതിയിൽ ആരോഗ്യമന്ത്രി എന്ന പേര് കേട്ട KK ശൈലജയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വെട്ടാനുള്ള നീക്കം പിണറായി വിജയൻ നടത്തിയിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിലും വെട്ടാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴൊക്കെ രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യവും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ അവരവരുടെ ഓമനകളെയും രാഷ്ട്രീയത്തിൽ തിരികെ കയറ്റുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. അത്തരമൊരവസ്ഥ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ഒരു പ്രവർത്തക ഈയിടെ പറയുന്നത് കേട്ടു, ഞങ്ങളെയൊക്കെ സഹോദരിമാരായും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ മുൻപന്തിയിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ആണുങ്ങൾ കൈപിടിച്ച് കയറ്റുന്നുണ്ട് എന്ന്. അങ്ങനെ കൈപിടിച്ച് കയറ്റേണ്ട ഒരു പദവിയിലാണോ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ വരേണ്ടത്? ആരും കൈപിടിച്ച് കയറ്റേണ്ട, അംഗീകാരം, കഴിവിനുള്ള അംഗീകാരമാണ് നൽകേണ്ടത്. അത്തരം അംഗീകാരം കിട്ടുന്ന എത്ര പേർ കേരള രാഷ്ട്രീയത്തിലുണ്ട്? അംഗീകാരം കിട്ടുന്ന ഒരു സ്ത്രീ പോലും അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ പിണറായി വിജയന്റെ മരുമകന് വേണ്ടി KK ശൈലജയും ഷംസീറിനെയും ഒക്കെ വെട്ടിയൊതുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആകെ ഇളവ് പിണറായി വിജയനും മാത്രം മതിയെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. KK ശൈലജയും ഷംസീറിനും അവർ രണ്ടുപേരും സാധ്യതാ പട്ടികയിൽ പോലും ഇടം നേടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ടൈം ഇളവ് ഇവർക്കുമില്ല. കണ്ണൂരിൽ ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനിതാ മന്ത്രിമാരുടെ പേരുകൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതാ പട്ടികയിലേക്ക് ഇടം പിടിക്കുമ്പോൾ വനിതാ MLA-മാർക്ക് എല്ലാവർക്കും ആദ്യഘട്ട പട്ടികയിൽ ഇടം നേടാനും കഴിഞ്ഞിട്ടില്ല. KK ശൈലജയും പ്രതിഭയും ദലീമയും CPM സ്ഥാനാർത്ഥി പട്ടികയിലില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് പട്ടികയിലും ഇവരാരും തന്നെ ഇല്ല. 2 ടൈം വ്യവസ്ഥയിൽ ഇളവ് ലഭിക്കുന്നത് ആകെ മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമാണ്. 2 ടൈം പൂർത്തിയാക്കിയ മുൻമന്ത്രി KK ശൈലജയ്ക്കും മട്ടന്നൂരിൽ സീറ്റില്ല. സ്പീക്കർ AN ഷംസീർ തലശ്ശേരിയിൽ മത്സരിക്കുമെന്നായിരുന്നു പറഞ്ഞത്. പകരം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിനെയും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കാരായി രാജന്റെയും പേരുകളാണ് ഈ 2 സീറ്റുകളിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാൻ തീരുമാനവുമായിട്ടുണ്ട്. മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും ജനപ്രതിനിധിയായ KK ശൈലജയ്ക്ക് പാർട്ടി സീറ്റ് നിഷേധിച്ചതിന്റെ കാരണം സംസ്ഥാന തലത്തിൽ വലിയ ചർച്ചയ്ക്ക് കാരണമാകും എന്നാണ് പുറത്തു വരുന്ന വിവരം. 2 ടൈം വ്യവസ്ഥയിൽ പല MLA-മാർക്കും ഇളവ് കൊടുക്കാനാണ് തീരുമാനമെങ്കിലും ശൈലജയ്ക്ക് നൽകേണ്ട എന്ന തീരുമാനം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വ്യാപക ചർച്ചയ്ക്ക് ഇടയാക്കിയേക്കും. വിവാദങ്ങളും വിഭാഗീയതയുമാണ് കായംകുളം MLA പ്രതിഭ ഹരിക്ക് വലിയ പ്രതിസന്ധിയായത്. പ്രതിഭയ്ക്ക് സീറ്റ് നൽകുന്നതിൽ പോലും അവിടെ അഭിപ്രായ വ്യത്യാസം പ്രകടമാണ്. തെരഞ്ഞെടുപ്പ് കാലം മുതലുണ്ടായ വിവാദങ്ങൾ, ആ വിവാദങ്ങൾ അതിന് തുടർന്നുണ്ടായ പല പ്രശ്നങ്ങളുമൊക്കെ പ്രതിഭയ്ക്ക് തിരിച്ചടിയാകുന്നു. മുൻ MP CS സുജാത, യുവ നേതാവ് ശിവപ്രസാദ് അടക്കമുള്ളവർ ആലപ്പുഴയിൽ നിന്നുള്ള പട്ടികയിലുണ്ട് എന്ന പുതിയ വാർത്തയും വരുന്നു. തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മത്സരിക്കാത്ത സാഹചര്യമുണ്ടായാൽ ഭാര്യയും ആന്തൂർ നഗരസഭ മുൻ ചെയർപേഴ്സണുമായ PK ശ്യാമളയുടെ പേര് പരിഗണിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തളിപ്പറമ്പ് സീറ്റിലേക്ക് ശ്യാമളയുടെ പേരിൽ ചില എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആ വിയോജിപ്പുകളൊക്കെ നിലനിൽക്കുമ്പോഴും ശ്യാമളയുടെ പേര് വരുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഈ വിയോജിപ്പ് രേഖപ്പെടുത്തി പേര് സംസ്ഥാന സമിതിക്ക് അയക്കും എന്ന തരത്തിലും വാർത്ത വരുന്നുണ്ട്. മുൻ സിറ്റിംഗ് MLA-മാരായ M വിജിൻ, KV സുമേഷ്, TI മധുസൂദനൻ പയ്യന്നൂർ എന്നിവർ വീണ്ടും മത്സരിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഇരിങ്ങാലക്കുടയിൽ തന്നെ വീണ്ടും മത്സരിക്കും. A വിജയരാഘവൻ മത്സര രംഗത്ത് എത്തിയാൽ ഭാര്യയായ ബിന്ദുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ചില പുനർവിചിന്തനത്തിന് സാധ്യതയുണ്ട് എന്ന വാർത്തയും വരുന്നു. കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിച്ച തോമസ് ഐസക്കിനെ ഇക്കുറി മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമൊക്കെ തോമസ് ഐസക്കിനെ പരിഗണിക്കുന്നുണ്ട്. ഒഴിവാക്കിയ മുൻമന്ത്രി G സുധാകരന്റെ പേര് ഇപ്പോഴും പരിഗണനയിലില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം.
ഏതായാലും പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് കെ കെ ശൈലജയെ സംബന്ധിച്ചൊക്കെയാണ് സ്ത്രീകൾ, കെ കെ ശൈലജ മാത്രമല്ല കേരളത്തിലെ പൊതുരംഗത്ത് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചൊൽപ്പടിക്ക് നിൽക്കുന്ന സ്ത്രീകളല്ലാതെ, അതായത് പുരുഷന്മാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന സ്ത്രീകളെ അല്ലാതെ ആരെയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്ന പതിവ് കേരളത്തിലില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നേതാക്കന്മാർ വെട്ടും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. കേരളത്തിൽ ആകെ രാഷ്ട്രീയ മുഖമായി വന്നിട്ടുള്ള ഒരാൾ ശോഭാ സുരേന്ദ്രനാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ, അതായത് BJP ഉണ്ടായി മുമ്പോട്ട് വന്ന ഒരു കാലഘട്ടം, അതിന്റെ വളർച്ചയിൽ കൂടെ നിന്ന ഒരാളാണ്. ഏതായാലും അന്നുണ്ടായിരുന്ന നേതാക്കന്മാർ വളർന്ന കൂട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ വളർന്നു പോയത് അവർ അറിയാത്തത് കൊണ്ട് മാത്രം വെട്ടപ്പെടാതിരുന്ന ആളാണ്. എങ്കിലും പലപ്പോഴും വെട്ടിനിരത്തലുകൾ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മറ്റൊരു നേതാവും ഇപ്പോഴില്ല. പാർട്ടിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നേതാക്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ല. എല്ലായിടത്തും വലിയ നേതാക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് BGM ഇട്ട് അത്തരത്തിൽ ചില പ്രകടനങ്ങളൊക്കെ നടത്തി ഞങ്ങൾക്ക് ആ നേതാവുണ്ട് ഈ നേതാവുണ്ട് എന്ന വനിതകളെ കാണിക്കുന്നതല്ലാതെ കഴിവും കാര്യപ്രാപ്തിയും രാഷ്ട്രീയവും കൃത്യമായി പറയാൻ അറിയുന്ന രാഷ്ട്രീയ മുഖങ്ങളായ സ്ത്രീകളെ രാഷ്ട്രീയത്തിലേക്ക് പരിഗണിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ ഒരു അപവാദമായി സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിലേക്ക് വന്ന ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. ശ്രീനാദേവി CPIയിൽ കടന്ന് അനുഭവിച്ചതൊക്കെ അവർ പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട്, ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ അവർക്ക് ചില രീതിയിൽ അവർ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും മുമ്പോട്ട് പോകുന്തോറും അവരുടെയും അവസ്ഥ പരിതാപകരമാകും. കോൺഗ്രസ് അല്ലേ രാഷ്ട്രീയ പാർട്ടി, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കൊള്ളാവുന്ന വനിതകളില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റുന്ന വനിതകളെ അതിന്റെ 7 അയലത്ത് പോലും അടുപ്പിക്കാത്ത സ്ഥിതിയാണുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കെ കെ ശൈലജ BJPയിലേക്ക് വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട എല്ലാ വനിതകളും BJPയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സീറ്റ് നിഷേധിക്കപ്പെടുന്നവരും അവിടെ അസ്വസ്ഥരായി നിൽക്കുന്നവരും എല്ലാം അടിഞ്ഞുകൂടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി BJP മാറിയിരിക്കുന്നു. BJP അത്തരത്തിലുള്ള വനിതകൾക്ക് വരുമ്പോൾ തന്നെ, വനിതകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും വരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഓഫറുകളും നൽകുന്നുണ്ട്. BJPയിലോ അല്ലെങ്കിൽ സംഘപരിവാർ ഇടങ്ങളിലോ സ്ത്രീകളില്ലാത്ത വിധത്തിലുള്ള പ്രകടനമാണ് പല സ്ത്രീകളും വരുമ്പോൾ BJP കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൊട്ടാരക്കരയിൽ 2 തവണ മത്സരിച്ച് കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ച് തോറ്റ ഒരു സ്ഥാനാർത്ഥിയെ BJP ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ 3ാമത് BJPയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഏതായാലും അത്തരത്തിലുള്ള സ്ത്രീകളെ കൊണ്ടൊന്ന് മത്സരിപ്പിക്കുന്നതിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. കെ കെ ശൈലജയെയും ഷംസീറിനെയും വെട്ടാനൊരുങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയൊരു രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതായ ഒരു രാഷ്ട്രീയ നേതാവും ഉണ്ടാകരുത്, അല്ലെങ്കിൽ അത്തരത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് പോലും പരിഗണിക്കാൻ പറ്റുന്ന ഒരു നേതാവും ഉണ്ടാകരുതെന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് അതിന്റെ പിന്നിൽ. എല്ലാം പ്രിയപ്പെട്ട മകൾ വീണയ്ക്കും റിയാസിനും വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെ തന്നെ ഏതെങ്കിലും പരിചയക്കാർക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ അവരുടെയൊക്കെ സൗഹൃദ വലയത്തിലുള്ള സ്ത്രീകൾക്കോ ഒക്കെ വേണ്ടി പല പുരുഷന്മാരും പല സ്ത്രീകളെയും വെട്ടിനിരത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്കറിയുന്ന കാര്യവുമാണ്. ഇത് പിണറായി വിജയൻ ആണെങ്കിൽ മകൾക്ക് വേണ്ടിയാണ് എന്ന് മാത്രമാണ് അതിലൊരു അപവാദമായി നിൽക്കുന്നത്.